ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. കേരളത്തിലെ പ്രബുദ്ധതയാണെങ്കിലും സാക്ഷരതയാണെങ്കിലും എല്ലാം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നുണ്ട്. ആരോഗ്യമേഖലയിലെ സ്ഥിതി എടുക്കുകയാണെങ്കിലും അവിടെയും കേരളത്തെ സംബന്ധിച്ച് വ്യക്തമായ മുഖമുദ്ര പതിപ്പിക്കാനായി സാധിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, ഇനി രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിനുള്ളത്. ആ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അല്പം മേന്മ കൂടുതലാണ് എന്നും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഇതേ പ്രബുദ്ധതയും ഇക്വാലിറ്റിയും എല്ലാം തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കേരളം ശ്രമിക്കുന്നതായും പലപ്പോഴും പറയപ്പെടുന്നുമുണ്ട്. പക്ഷേ എപ്പോഴാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വനിതകൾക്ക് കൃത്യമായ സ്വാധീനവും കൃത്യമായ സ്ഥാനവും ലഭിച്ചത് എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത്. പലപ്പോഴും കേരളത്തിലെ പ്രധാന മുന്നണികളിൽ വിരലിൽ എണ്ണാവുന്ന സ്ത്രീകൾ മാത്രമേ മുന്നോട്ട് വരുന്നുള്ളൂ. അതേസമയം തന്നെ വനിതാ മുന്നേറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ എമ്പാടുമുണ്ട് കേരളത്തിൽ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വനിതകൾ എത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നി പ്രസംഗിക്കുന്നവരും ഏറെയാണ്. എന്നാൽ സ്വന്തം പാർട്ടിയിലും ചുറ്റുപാടിലും എത്ര വനിതകൾ ജനപ്രതിനിധികളായുണ്ട് എന്ന ചോദ്യം അഭിമുഖീകരിക്കാൻ ഈ നേതാക്കൾ ആരും തന്നെ തയ്യാറാവുകയില്ല. ഭരണരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അവസരം കിട്ടിയപ്പോഴെല്ലാം തന്നെ ഉജ്ജ്വലമാർന്ന സാന്നിധ്യം വനിതകൾ അറിയിച്ചിട്ടുണ്ട്. റവന്യൂ മന്ത്രിയായിരിക്കെ ചരിത്ര പ്രധാനമായ ഭൂപരിഷ്കരണ നിയമവും ഭൂമി പതിപ്പിച്ചു കൊടുക്കൽ നിയമവും നടപ്പിലാക്കിയ ഗൗരിയമ്മ മുതൽ ആരോഗ്യരംഗത്ത് ആഗോളതലത്തിൽ പ്രശംസ പിടിച്ചുപറ്റിയ കെ ശൈലജ വരെ ഇക്കൂട്ടത്തിലുണ്ട്. എന്നിട്ടും എന്തേ വനിതകൾ MLAയും MP മാരും ആകുന്നതിൽ പിന്നാക്കം പോയി എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ കേരളത്തിന് ഇപ്പോഴും കൃത്യമായ മറുപടിയില്ല. ഐക്യ കേരളത്തിന് ഇതുവരെ 11 വനിതാ മന്ത്രിമാരെ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായ നിലവിലെ മന്ത്രിസഭയിലാണ് ആദ്യമായി 3 പേർക്ക് അവസരം ലഭിച്ചത് എന്നതും എടുത്തു തന്നെ പറയണം. KR ഗൗരിയമ്മ, M കമലം, MT പത്മ, സുശീല ഗോപാലൻ, PK ശ്രീമതി, PK ജയലക്ഷ്മി, KK ശൈലജ, J മേഴ്സിക്കുട്ടിയമ്മ, വീണ ജോർജ്, R ബിന്ദു, ചിഞ്ചു റാണി. കേരളത്തിലെ മന്ത്രിമാരായ വനിതകളുടെ പട്ടിക ഇവിടെ വന്നു നിൽക്കുകയാണ്. നിലവിലെ 140 MLAമാരിൽ 12 പേർ മാത്രമാണ് വനിതകൾ. 10% പോലുമില്ല എന്ന് ചുരുക്കം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PK ജയലക്ഷ്മിയും പത്മജ വേണുഗോപാലും ബിന്ദു കൃഷ്ണയും ഉൾപ്പെടെ 12 വനിതകളെ UDF മത്സരിപ്പിച്ചുവെങ്കിലും വിജയിച്ചത് KK രമ മാത്രമാണ്. ഉപതെരഞ്ഞെടുപ്പിലൂടെ പിന്നീട് ഉമാ തോമസും സഭയിലെത്തി. 25 വർഷത്തിന് ശേഷം നൂർബിന റഷീദിലൂടെ മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥി എന്ന പരീക്ഷണം നടത്തിയെങ്കിലും തോൽക്കുകയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ 20 വനിതകളെ BJP മത്സരിപ്പിച്ചുവെങ്കിലും എല്ലാവരും വീണുപോയി. 15 വനിതകളെ LDF മത്സരിപ്പിച്ചിരുന്നു. KK ശൈലജ, വീണ ജോർജ്, R ബിന്ദു, U പ്രതിഭ, കാനത്തിൽ ജമീല, ചിഞ്ചു റാണി, OS അംബിക, K ശാന്തകുമാരി, ദലീമ ജോജോ, CK ആശ എന്നിവരാണ് വിജയിച്ചത്. വീണ ജോർജ്, R ബിന്ദു, ചിഞ്ചു റാണി എന്നിവർ മന്ത്രിമാരാവുകയും ചെയ്തു. മുസ്ലിം വനിതകളുടെ പ്രാതിനിധ്യമില്ലായ്മയും എടുത്തു പറയേണ്ടതാണ്. CPIയിലെ KO ആയിഷ ഭായി, കോൺഗ്രസിലെ A നഫീസത്ത് ബീവി, CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ A നബീസ ഉമ്മാൾ, CPMയിലെ KS സലീഖ, കോൺഗ്രസിലെ ഷാനിമോൾ ഉസ്മാൻ, CPMയിലെ കാനത്തിൽ ജമീല എന്നിവരാണ് കേരളത്തിൽ ഇതുവരെ MLAമാരായ മുസ്ലിം വനിതകൾ. കേരളത്തിൽ എന്തുകൊണ്ട് വനിതാ മുഖ്യമന്ത്രിമാരില്ല എന്ന ചോദ്യം ഇപ്പോഴും ഉയർന്നു വരികയാണ്. 1987 ഗൗരിയമ്മ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത തെളിഞ്ഞിരുന്നു. അപ്രതീക്ഷിതമായി ആ കസേരയിൽ ഇടം പിടിച്ചത് EK നായനാരായിരുന്നു. അതോടെ പുതുയുഗ പിറവിയുടെ സാധ്യത തല്ലിക്കെടുത്തപ്പെട്ടു. ജനകീയ മന്ത്രി എന്ന വിശേഷണം ലഭിച്ച KK ശൈലജയിലൂടെ 2021 വീണ്ടും വനിതാ മുഖ്യമന്ത്രി ചർച്ചയായെങ്കിലും പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകട്ടെ എന്ന് CPM തീരുമാനിക്കുകയായിരുന്നു. പാർട്ടിയാണ് എല്ലാം എന്ന ഒറ്റവരി മറുപടിയിൽ ചോദ്യങ്ങൾ തഴയപ്പെട്ടു. കഴിഞ്ഞ വർഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജനവിധി തേടിയത് 11 വനിതകൾ മാത്രമാണ്. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളായത് 9 പേർ. CPM 2, CPI 1, കോൺഗ്രസ് 1, BJP 4, BDJS 1 എന്നിങ്ങനെയാണ് വനിതകളുടെ നിര. തിരുവനന്തപുരത്തും കൊല്ലത്തും SUCI വനിതകളെ മത്സരിപ്പിച്ചിരുന്നു. ഫലം വന്നപ്പോൾ ഒരാൾ പോലും ഡൽഹിയിലേക്ക് വണ്ടി കയറിയില്ല. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതകളെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ BJPയാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. 33% സംവരണം നടപ്പാക്കുന്നതോടെ മാറ്റം പ്രത്യാശിക്കുകയും ചെയ്യാം. പെണ്ണ് ഭരിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് നിയമസഭയിൽ KK ശൈലജ ഉന്നയിച്ച ചോദ്യം ഏതാനും വർഷം മുൻപ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. KM ഷാജിയുടെ ഒരു പരാമർശത്തിന് മറുപടി പറയുമ്പോഴായിരുന്നു ശൈലജയുടെ വാക്കുകൾ. തൊട്ടടുത്ത തമിഴ്നാട് മുതൽ രാജ്യ തലസ്ഥാനമായ ഡൽഹി വരെ വനിതാ മുഖ്യമന്ത്രിമാർക്ക് കസേര ഇട്ടുകൊടുത്തിട്ടുണ്ട് എങ്കിലും വിദ്യാസമ്പന്നരെന്ന് നടിക്കുന്ന മലയാളികൾക്ക് വനിതാ മുഖ്യമന്ത്രിയെ ഇപ്പോഴും ദഹിച്ച മട്ടില്ല. കേരളത്തെ സംബന്ധിച്ച് ഇതുവരെ ഇതൊരു ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും കേരളത്തിൽ BJP സ്ഥാനം പിടിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ ഇവയെല്ലാം തന്നെ വെല്ലുവിളിയാകാനുള്ള സാധ്യതയാണ്. കാരണം കേരളത്തെ സംബന്ധിച്ച് ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്നത് 2 പ്രധാന മുന്നണികളായിരുന്നു UDFും LDFും. പക്ഷേ 2026 വരുമ്പോൾ സ്ഥിതി അങ്ങനെയല്ല. BJP കരുത്താർജിച്ചു കഴിഞ്ഞു. BJPക്ക് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കാൻ
ജയിക്കാനായി സ്വന്തമായി ഏതാനും ചില മണ്ഡലങ്ങളുണ്ട് എന്ന് കൂടി പറയേണ്ടി വരും. അക്കാര്യത്തിൽ കോൺഗ്രസിനാണെങ്കിലും അഥവാ UDF-നാണെങ്കിലും LDF-നാണെങ്കിലും യാതൊരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ അതേസമയം തന്നെ BJP-യെ സംബന്ധിച്ച് BJP തെക്കൻ കേരളത്തിൽ പയറ്റാൻ ഉദ്ദേശിക്കുന്നത് നാരീശക്തി എന്ന പുതിയ അജണ്ട തന്നെയാണ്. ആ അജണ്ട കൃത്യമായി തന്നെ തേക്കിൻകാട് മൈതാനത്ത് വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരളത്തിൽ വലിയ തരത്തിൽ വനിതകളെല്ലാം തന്നെ BJP-യിലേക്ക് ആകൃഷ്ടരാകുന്നതിൻ്റെ പ്രധാന കാരണവും മോദിയുടെ ഇതേ വാക്കുകളാണ്. മാത്രമല്ല ഡൽഹിയിൽ വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത കൂടി എത്തിയതോടെ BJP-ക്ക് ഇനി നിസ്സംശയം പറയാം അവർ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ സ്വാഭാവികമായും ഒരുപാട് വനിതാ സ്ഥാനാർത്ഥികൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ വിജയസാധ്യത ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഇത് യഥാർത്ഥത്തിൽ UDF-നാണെങ്കിലും LDF-നാണെങ്കിലും തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്.